നീ വരെ ഉറങ്ങിയില്ലേ? ഇല്ല. കടന്നോ, ഞാൻ വീട് വാങ്ങാൻ പോവാ. പഴയ ആ നിലാവും കാറ്റിന്റെ ചൂളം വിളിയും ചീവിടുകളുടെ പാട്ടും ഒക്കെ എപ്പോഴും പഴയ പോലെ തന്നെ അല്ലേ കൃഷ്ണേട്ടാ? അറിഞ്ഞിട്ടെന്തിനാ നേരെ ഇത്രയായിട്ട് ഉറങ്ങാത്തത്? ഇവിടെ വന്നപ്പോ പണ്ടെന്നോ എഴുതാൻ ബാക്കി വെച്ചത് വീണ്ടും എഴുതണമെന്ന് തോന്നുക. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ കുരിശേ. ഒരു നോവലാ. ആദ്യമേ തന്നെ പേരിട്ടു, എന്റെ മുറ്റത്തെ നന്മ മരം. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതാ എന്റെ മുറ്റത്തെ നന്മ മരം. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പിയൊന്നും അല്ല ഞാൻ. എന്താ ഇങ്ങോട്ട് പോകുന്നത്? എന്ത് ജോലിയും ചെയ്യും. ചോറും കറിയും തെക്കൻ സ്റ്റൈൽ, വടക്കൻ സ്റ്റൈൽ, മധ്യകേരളം സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും സാർ. കൂലി തന്നില്ലെങ്കിലും പ്രശ്നമല്ല സാർ. ഭക്ഷണവും വേണ്ട സാർ. ഇത് വലിയ ശല്യായല്ലോ. നേരം വെളുത്തപ്പോ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നിരിക്കുന്നു. ഒക്കെ നിങ്ങളുടെ അമ്മയെ പറഞ്ഞാ മതി. അമ്മേ, ആരാവിടെ? ദേ ആ കൃഷ്ണൻ കാണാൻ വന്നിരിക്കുന്നു. അത് പറയാ നീ ആരാ? എടാ വായ നിൽക്കാതെ അപ്പുറത്താണ് വാടാ. അമ്മേ, ഇവനാരാ? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണ് അമ്മേ. ഈ കൂട്ടത്തിൽ താൻ കൂടെ വന്ന് ഒന്ന് ഇറങ്ങി പോടുന്നു. അത് പറയാ നീ ആരാ? നിനക്ക് ഈ വീട്ടിൽ അധികാരമില്ല, ഗതികാരമില്ല. അപ്പുറത്തോട്ട് വാടാ. തങ്കപ്പൻ ചേട്ടനോ? പോത്തെ കഥ കടച്ചിട്ട് കിടന്നുറങ്ങിക്കൂടെ? ചേട്ടൻ എങ്ങോട്ട് പോവാ? അല്ല, ഉറങ്ങാറായില്ലേ? വീട്ടുകാര്യങ്ങൾ ഓർത്തോണ്ട് കിടന്നാ ഉറക്കം വരില്ല ചേട്ടാ. ഒരു കഥ ഇങ്ങനെ നട്ടംതിരി നടക്കണ്ടോ മനസ്സില്? വിറക് കീറാൻ ചേട്ടൻ വിഷമിക്കുന്ന കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. കരയണ്ട, കരഞ്ഞാ തോറ്റുന്ന. തോൽക്കാതിരിക്കാൻ വേണ്ടിയില്ല നീ പടക്കപ്പെടണേ. കരച്ചിൽ വന്നാലും ചിരിച്ചു കാണിക്കണേ. ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി. കണ്ണു തുറയ്ക്കും. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. ആരാ? എന്ത് വേണം? ഇവിടെ എന്തെങ്കിലും ഒരു പണി എന്തായാലും തരക്കടില്ല. ഇവിടെ ജോലിയൊന്നുമില്ല. കാറ് കഴിയേ, തോട്ടം നനയ്ക്കേ, കുട്ടികളെ നോക്കേ, അടുക്കള പണിയോ. കൃഷ്ണേട്ടന് അറിയാത്ത പണിയിലാന്ന് സുധിക്കറിയില്ലേ? ഇവിടെ പാരം വേണ്ട. ഞാനിവിടെ എവിടെങ്കിലും കിടന്നോളാം, കാർ ഷെഡിലോ മറ്റോ. ഒന്നും തരണ്ട. ഓളാവുന്നു. ആഹാരത്തിന്റെ കാര്യമേ ഉള്ളൂ. ടോർച്ച് മടിയായിട്ട് ഉമ്മർത്ത നീ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഉറങ്ങാ കൃഷ്ണ? നീ ഉള്ളിടത്ത് ജീവിച്ചാ മതി. എനിക്ക് കണ്ടവളുടെ വിഴുപ്പലക്കാനാണോ ഈശ്വര നീ എന്നെ സിഐഡിയാക്കിയത്? എടാ ദാസാ, വരൂ. ഇനി ഐശ്വര്യായിട്ട് നിന്റെ കൈകൊണ്ട് തന്നെ അടുപ്പിൽ തീ കൂട്ടിക്കോളും. അതും ഞാൻ തന്നെ ചെയ്യണം. മനുഷ്യന് ശ്വാസം മുട്ടും, ഇത്തിരി വിശ്രമിക്കട്ടെ.